ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. ഭീകരവിമുക്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം സർക്കാർ എത്രയും വേഗം കൈവരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചലച്ചിത്ര ആസ്വാദകർക്ക് ദൃശ്യവിസ്മയമൊരുക്കിയ 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഡൽഹിയിൽ അടുത്ത വർഷം ജനുവരി 1 മുതൽ എല്ലാത്തരം പടക്കങ്ങൾക്കും സർക്കാർ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. വനിതാ 2020 ക്രിക്കറ്റിന്റെ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് സമാപിക്കും. കഴിഞ്ഞ മാസം 25-നാണ് സമ്മേളനം ആരംഭിച്ചത്. ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. പാർലമെന്റിന് പുറത്തേക്കും ഭരണപ്രതിപക്ഷ പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട്. BJPയുടെ പരാതിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹി പോലീസ് FIR ഫയൽ ചെയ്തു. പാർലമെന്റിന് പുറത്ത് ഇന്നലെ നടന്ന പ്രതിഷേധത്തിനിടയിൽ 2 BJP MPമാർക്ക് പരിക്കേറ്റതിന്റെ പശ്ചാത്തലത്തിലാണ് BJP അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയത്. അതേസമയം തങ്ങളുടെ പ്രതിഷേധം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കളും പരാതി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 8ാമത് പതിപ്പ് അടുത്ത മാസം നടക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ MyGov പോർട്ടലിൽ ജനുവരി 14 വരെ അപേക്ഷിക്കാം. പിരിമുറുക്കമില്ലാതെ അനായാസം പരീക്ഷാകാലത്തെ നേരിടുന്നതിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. ഭീകരവിരുദ്ധ നയത്തിന് അനുസൃതമായി ഭീകരവിമുക്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം സർക്കാർ എത്രയും വേഗം കൈവരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ അഭൂതപൂർവമായ പങ്കാളിത്തം രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ അവർക്കുള്ള വിശ്വാസമാണ് തെളിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മു കശ്മീരിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ സുരക്ഷാസേന നടത്തുന്ന പരിശ്രമങ്ങളെയും ശ്രീ ഷാ അഭിനന്ദിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് മൊറീഷ്യസിലെത്തും. പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലയുടെ നേതൃത്വത്തിൽ മൊറീഷ്യസിൽ പുതിയ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉന്നതതല പ്രതിനിധിയുടെ ആദ്യ മൊറീഷ്യസ് സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ സന്ദർശനം വഴി ഒരുക്കുമെന്നാണ് കരുതുന്നത്. യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം നിർമ്മാണത്തിന് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും പങ്കെടുത്തു. അന്തർദേശീയ സഹകരണത്തിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് കരാറെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. For us, this has been a very strong relationship, what in our profession we call a strategic partnership. And underpinning that has been that India and France see in each other important poles in a multipolar world. So when you hear India and France talk about how we see the world in our own way, not necessarily in terms of how others might want to define it. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ന്യൂഡൽഹിയിലെ വസതിയിൽ ഒരുക്കിയ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ആഘോഷങ്ങളിൽ പങ്കെടുത്ത ക്രൈസ്തവ സമുദായ പ്രമുഖരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഡൽഹിയിൽ 2025 ജനുവരി 1 മുതൽ എല്ലാതരം പടക്കങ്ങൾക്കും സർക്കാർ സമ്പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ചു. നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. പടക്കങ്ങളുടെ വിൽപ്പന, സംഭരണം, ഉപയോഗം എന്നിവ പൂർണ്ണമായും നിരോധിക്കും. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം രാജ്യതലസ്ഥാനത്ത് പടക്കങ്ങൾക്ക് സ്ഥിരമായ നിരോധനം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
7 ദിനരാത്രങ്ങൾ തിരുവനന്തപുരം നഗരത്തെ ചലച്ചിത്ര ആസ്വാദകരുടെ പർദീസയാക്കി മാറ്റിയ 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. വൈകിട്ട് 6-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. സംവിധായിക പായൽ കപാഡിയയ്ക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സുവർണ ചകോരം, രജത ചകോരം, KR മോഹനൻ എൻഡോൺമെന്റ്, ഫിപ്രസി, നെറ്റ്പാക് പുരസ്കാരങ്ങൾ എന്നിവയും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. മന്ത്രിമാരായ K. രാജൻ, V. ശിവൻകുട്ടി എന്നിവർ ചേർന്ന് അർമേനിയൻ ചലച്ചിത്ര സംവിധായകരായ സെർജി അവേദികൻ, നോറ അർമാനി എന്നിവരെ ആദരിക്കും. 29ാമത് IFFKയുടെ ക്യൂറേറ്റർ ഗോൾഡ സല്ലം ജൂറി അംഗങ്ങളെ പരിചയപ്പെടുത്തും. ജൂറി അംഗങ്ങൾക്കുള്ള പുരസ്കാരം മന്ത്രി K. രാജൻ, VK പ്രശാന്ത് MLA എന്നിവർ നൽകും. പോളിംഗിലൂടെ തെരഞ്ഞെടുത്ത മികച്ച പ്രേക്ഷക ചിത്രത്തിനുള്ള പുരസ്കാരം മന്ത്രി V. ശിവൻകുട്ടി സമ്മാനിക്കും. രാഷ്ട്രീയ പാർട്ടികളോ പാർലമെന്റ് അംഗങ്ങളോ പാർലമെന്റ് സമുച്ചയത്തിന്റെ കവാടങ്ങൾക്ക് മുന്നിൽ ധർണയോ പ്രകടനമോ നടത്തരുത് എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള കർശന നിർദ്ദേശം നൽകി. ഇന്നലെ കോൺഗ്രസ് BJP അംഗങ്ങൾ പാർലമെന്റിന് പുറത്ത് നടത്തിയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്പീക്കറുടെ നിർദ്ദേശം. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന ഷിൻഡെ വിഭാഗം MP രവീന്ദ്ര വൈക്കർ നേടിയ വിജയം ബോംബെ ഹൈക്കോടതി ശരിവച്ചു. ശിവസേന UBT സ്ഥാനാർത്ഥി അമോൽ കീർത്തിക്കറിനെതിരെ വൈക്കർ 48 വോട്ടിന്റെ നേരിയ വ്യത്യാസത്തിലാണ് ജയിച്ചത്. വോട്ടെണ്ണലിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി അമോൽ കീർത്തിക്കർ സമർപ്പിച്ച ഹർജിയിലാണ് വിധി. വനിതാ T20 ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്ന 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ അവസാന മത്സരത്തിൽ 60 റൺസിനാണ് വിൻഡീസ് കീഴടങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 217 റൺസ് നേടി. വനിതാ T20യിലെ എക്കാലത്തെയും ഉയർന്ന സ്കോറാണിത്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ 12ാം പതിപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഇതാദ്യമായാണ് ഇന്ത്യയിൽ ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 2025 സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. 2027 വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ മത്സരങ്ങൾ നിഷ്പക്ഷ വേദികളിൽ നടക്കുമെന്ന് ICC സ്ഥിരീകരിച്ചു. അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്കും 2026 ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ICC പുരുഷ T20 ലോകകപ്പ് മത്സരങ്ങൾക്കും തീരുമാനം ബാധകമാണ്. നൈജീരിയയിലെ തെക്കു പടിഞ്ഞാറൻ നഗരമായ അബാദനിൽ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും 35 കുട്ടികൾ കൊല്ലപ്പെട്ടു. 6 പേരുടെ നില ഗുരുതരമാണെന്ന് പോലീസ് അറിയിച്ചു. പരിപാടിക്കിടെ ഭക്ഷണവും പണവും വിതരണം ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. UN ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്ന് പലസ്തീനിലേക്ക് സഹായം അനുവദിക്കാൻ ഇസ്രായേലിനുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് അഭിപ്രായം തേടാൻ ഐക്യരാഷ്ട്ര പൊതുസഭ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നോർവേ തയ്യാറാക്കിയ പ്രമേയത്തെ 137 അംഗങ്ങൾ അനുകൂലിച്ചു. ജനുവരി അവസാനം മുതൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയായ UNRWAയുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രമേയം കൊണ്ടുവന്നത്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന വിഷയത്തിൽ നിയുക്ത US പ്രസിഡന്റ് ട്രംപുമായി ചർച്ച നടത്താൻ തനിക്ക് തുറന്ന സമീപനമാണുള്ളതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി ഉൾപ്പെടെ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ അറിയിച്ചു. കേരളത്തിൽ ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ഉത്തരവിനെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രായോഗികമല്ലെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമം ദ്രുതഗതിയിൽ തുടരുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്നലെ IIT ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിന്റെ വാർഷിക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. ഭീകരവിമുക്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം സർക്കാർ എത്രയും വേഗം കൈവരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചലച്ചിത്ര ആസ്വാദകർക്ക് ദൃശ്യവിസ്മയമൊരുക്കിയ 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഡൽഹിയിൽ അടുത്ത വർഷം ജനുവരി 1 മുതൽ എല്ലാത്തരം പടക്കങ്ങൾക്കും സർക്കാർ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. വനിതാ T20 ക്രിക്കറ്റിന്റെ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.